എൻ്റെ പേര് ഹലീമ. ഒരു ദിവസം എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്കൊരു പ്രപ്പോസലുണ്ട്. ചെക്കൻ ബജാൽക്കാരനാണ്, പേര് ലത്തീസ്. അങ്ങനെ ഞാൻ ചെക്കൻ്റെ ഫോട്ടോ കണ്ടു. മനസ്സിൽ തോന്നി, ചെക്കൻ നല്ല മൊഞ്ചനാണല്ലോ. ഞാൻ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെയാണെങ്കിൽ എനിക്കും ഓക്കെയാണ്. അപ്പോഴെൻ്റെ ഉപ്പ ലത്തീഫിൻ്റെ ഉപ്പയെ വിളിച്ച് കാര്യം പറഞ്ഞു. ലത്തീഫിൻ്റെ ഉപ്പ ലത്തീഫിനോട് പ്രപ്പോസൽ കാര്യം ചോദിച്ചു. പെൺകുട്ടി കുത്താറകാരിയാണെന്നും ഉഞ്ചിമോൾ അനിയത്തിയാണെന്നും പറഞ്ഞപ്പോൾ, ഉഞ്ചിമോൾ അനിയത്തിയാണെങ്കിൽ എനിക്ക് ഓക്കെയാണെന്ന് ലത്തീഫ് പറഞ്ഞു. പിന്നീട് ലത്തീഫിൻ്റെ ബാപ്പയും സഹോദരനും എന്നെ കാണാൻ വന്നു. പൂവും സമ്മാനങ്ങളുമായി അവരെത്തി. അങ്ങനെ ഞങ്ങളുടെ വിവാഹ തീയതി 1989 മാർച്ച് 30 നിശ്ചയിച്ചു. വിവാഹ ഷോപ്പിംഗ് തുടങ്ങി. മെഹന്തിയും വിവാഹവും വളരെ ഭംഗിയായി നടന്നു. ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഗർഭിണിയായി. ഞങ്ങളെല്ലാവരും അതീവ സന്തോഷത്തിലായിരുന്നു. എൻ്റെ 7ാം മാസത്തിലെ ചടങ്ങും വളരെ മനോഹരമായി നടന്നു. മധുരങ്ങൾ വായിൽ വെച്ച് സന്തോഷം പങ്കിട്ടു. പിന്നീട് പ്രസവത്തിനായി ഞാൻ തൊക്കോട്ട് ആശുപത്രിയിൽ പോയി. 1990 മാർച്ച് 29 ഞാനൊരു പെൺകുഞ്ഞിനെ ജനിപ്പിച്ചു. അവൾക്ക് ശംബ്രീണ എന്ന് പേരിട്ടു. 3 വർഷത്തിനു ശേഷം വീണ്ടും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് സഫീന എന്ന് പേരിട്ടു. 4 വർഷങ്ങൾക്ക് ശേഷം ഒരു ആൺകുഞ്ഞും, സവാദ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടു പോയി. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സഹോദരൻ ശംബ്രീണയ്ക്കായി ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. ചെക്കൻ ഖത്തറിൽ ജോലി ചെയ്യുന്നതായിരുന്നു. പേര് ഇംതിയാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശംബ്രീണയുടെ വിവാഹം വളരെ ഭംഗിയായി നടന്നു. അൽഹംദുലില്ലാ. അവർക്ക് 2 മക്കളുണ്ടായിരുന്നു, ഷൈമ, സൻഹ. പിന്നീട് സഫീനയ്ക്കും പ്രപ്പോസൽ വന്നു. ദുബായിൽ ജോലി ചെയ്യുന്ന അഷ്റഫ് ആയിരുന്നു ചെക്കൻ. അവളുടെ വിവാഹവും വളരെ മനോഹരമായി നടന്നു. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു, ഷസ്ന, ഷൻസ, ഐസൻ. അതിനുശേഷം ഞാനും ലത്തീഫും ഉംറയും ഹജ്ജും ചെയ്തു. മദീനയിലും പോയി, അൽഹംദുലില്ലാ. പിന്നീട് സഫീന ഞങ്ങളെ ദുബായിലേക്ക് വിളിച്ചു. അവിടെ പല സ്ഥലങ്ങളും കണ്ടു. പിന്നെ നാട്ടിലേക്ക് മടങ്ങി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സവാദിനും പ്രപ്പോസൽ വന്നു. കൃഷ്ണപുരം സ്വദേശിനിയായ നൂഹ എന്ന പെൺകുട്ടി. സവാദിന്റെയും വിവാഹം സന്തോഷത്തോടെ നടന്നു, അൽഹംദുലില്ലാ. അവർക്ക് ഒരു മകളുണ്ടായിരുന്നു, സഹല. ഇന്ന് ഹലീമയുടെയും ലത്തീഫിന്റെയും ജീവിതം മക്കളുടെയും കുടുംബത്തിന്റെയും കൂടെ വളരെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു, അൽഹംദുലില്ലാ.